എല്ലാവർക്കും നമ്മുടെ കിച്ചൺ നസിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട ബീഫ് സ്റ്റൂ ആണ്. അധികം മസാലകളൊന്നുമില്ലാതെ തേങ്ങാപ്പാലിൽ കുറുക്കിയെടുക്കുന്ന ഈ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് അരിഞ്ഞെടുത്തത്. പിന്നെ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി കൂടിയും ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാൽ ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 6-7 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് ബീഫ് വെന്തിക്കുന്നതെന്ന് നോക്കട്ടോ. വെന്തിട്ടില്ലേ 1-2 വിസിൽ കൂടി അടിച്ചെടുക്കാം. ബീഫ് അവിടുന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കറാമ്പൂവ്, പട്ട, ഏലക്ക എന്നിവ വെളിച്ചെണ്ണയിലോട്ടിട്ട് നമുക്ക് അതിലേക്ക് ഒരു ചെറിയ സവാള കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇനി ബീഫിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെട്ടോ. നല്ല മണമുണ്ട് ഈ കറി. നമ്മൾ കറുവപ്പട്ടയും പൂവും ഏലക്ക കൂടിയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയിൽ വാട്ടിയത് കൊണ്ട് ഈ കറിക്ക് നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്ത് കൊടുത്ത് അധികം തിളപ്പിക്കരുത്. തിളച്ചാൽ കറി പിരിഞ്ഞ പോലെ ഇരിക്കും. കാണാനും രസമുണ്ടാവില്ല, കഴിക്കാനും രസമുണ്ടാവില്ല. ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് സ്റ്റൂ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയും നല്ല മണവും ഒക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കിച്ചൺ നസി എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. നന്ദി.